കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. اللهم لا علم لنا إلا ما علمتنا اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൻ്റെ 6 അടിത്തറകൾ അഥവാ ഈമാൻ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ 5-ാമത്തെ കാര്യമായ അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിനെക്കുറിച്ചുള്ള വിശ്വാസം ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അന്ത്യനാളിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. അഥവാ ഖിയാമത്ത് നാൾ, ഈ ലോകത്തിൻ്റെ അവസാനം എന്നുള്ളത് നമ്മൾ വളരെ വിദൂരത്തായിട്ടാണ് കാണുന്നത് എങ്കിലും അതിൻ്റെ അടയാളങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ വഹീനാൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് പ്രകാരം ഏതാണ്ട് ചെറിയ അടയാളങ്ങൾ ബഹുഭൂരിപക്ഷവും സംഭവിച്ചു കഴിഞ്ഞു, അതല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, കർമ്മങ്ങൾ നന്നാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കേട്ട അടയാളങ്ങളും ഇനി അന്ത്യനാളുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളും ഒരിക്കലും കെട്ടുകഥകളല്ല, മറിച്ച് അള്ളാഹു നമ്മെ സൃഷ്ടിച്ച, ആകാശഭൂമികൾ സൃഷ്ടിച്ച സർവ്വലോകങ്ങളുടെയും റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്കറിയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അന്ത്യനാളിനെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ ജനങ്ങൾ 2 രൂപത്തിലായിരിക്കും. അഥവാ മുസ്ലിമീങ്ങൾ, സത്യവിശ്വാസികൾ തന്നെ 2 രൂപത്തിലായിരിക്കും. ഒന്നാമത്തെ വിഭാഗം എന്നത് വിശ്വാസമുണ്ടാകും, നിഷേധിക്കുകയില്ല, അന്ത്യനാൾ സംഭവിക്കുമെന്ന വിശ്വാസമുണ്ടാകും, അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ടതാണ് എന്നുള്ള അടിസ്ഥാന വിശ്വാസം ഹൃദയത്തിലുണ്ടാകും. രണ്ടാമത്തെ വിഭാഗം എന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, എല്ലാ പ്രവർത്തനങ്ങളിലും, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ പരലോകം, അന്ത്യനാൾ അത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, ജീവിക്കുക, അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാകും. അതാണ് ഉയർന്ന പദവി. ഒരു വാക്ക് പറയുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നാളെ പരലോകത്ത് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവേണ്ടതാണല്ലോ എന്ന ചിന്ത സദാസമയം മനസ്സിലുണ്ടാവുക എന്നുള്ളത് സഹോദരങ്ങളെ വലിയ കാര്യമാണ്. അതാണ് നമ്മെ കൂടുതൽ നന്നാക്കുക. ഇങ്ങനെ 2 രൂപത്തിലാണ് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഇത് നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇതിലേത് കൂട്ടത്തിലാണ് നമ്മളെന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ സഹോദരങ്ങളെ, അന്ത്യനാൾ, യൗമുൽ ആഖിർ എന്നത്, ഒരു മടങ്ങിപ്പോക്ക് എന്നത് അല്ലാഹു തആല നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, രാവിലെ
ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ അള്ളാഹുവിലേക്കുള്ള മടങ്ങിപ്പോക്കും മരണവും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഒരു മുസ്ലിം പ്രഭാതത്തിൽ ഉറക്കം ഞെട്ടുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ പറയുക? അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ. മരണമാകുന്ന ഉറക്കിൽ നിന്നും നമ്മെ ജീവിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവസ്തുതിയും. ശേഷം പറയുന്ന വാക്കെന്താണ്? വ ഇലൈഹി അന്നുശൂർ. ആ റബ്ബിലേക്കാണ് ഞങ്ങൾ മടങ്ങിപ്പോകേണ്ടത്. ജീവിതത്തിൻ്റെ തുടക്കം തന്നെ മടങ്ങിപ്പോക്കാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അവസാനം ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ദിക്റിൽപ്പെട്ടതാണ് എന്ത്? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വാഹിയ. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ മേഖലകളിലും എത്രത്തോളം നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുന്നവരാണ്. നമ്മിൽ പലരും യാത്ര ചെയ്തു വന്നവരാണ്. ഓരോ യാത്രയിലും, ചെറുതും വലുതുമായ ഓരോ യാത്രയിലും നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായ നമ്മുടെ വാഹനപ്പുറത്ത് കയറുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്. എന്താണത്? സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. ഈ വാഹനം എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എനിക്കിതിനെ കീഴ്പ്പെടുത്താൻ, വിധേയപ്പെടുത്താൻ സാധിക്കുകയില്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല. ശേഷം നമ്മളൊരു വാക്ക് പറയുന്നുണ്ട്. എന്താണത്? വ ഇന്ന ഇലാ റബ്ബിന ലമുൻഖലിബൂൻ. തീർച്ചയായും നാം നമ്മുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോവേണ്ടവരാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ സമയവും ഒരു ദിവസം പലതവണ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. എപ്പോൾ നമ്മൾ നമ്മുടെ വാഹനത്തിൽ കയറിയാലും ഈ ദിക്ർ നമ്മൾ ചൊല്ലും. ഈ ഖുർആനിലെ ആയത്തുകളാണിവ. അത് പ്രാർത്ഥനാ രൂപത്തിൽ, ദിക്റിൻ്റെ രൂപത്തിൽ നമ്മൾ ചൊല്ലും. എന്തുകൊണ്ടാണത്? എത്രയോ ആളുകൾ, സഹോദരങ്ങളെ, ഇതുപോലെ വാഹനത്തിൽ കയറി, പക്ഷേ അവർ പിന്നീട് മടങ്ങി വന്നില്ല. ഒരു തിരിച്ചു വരവ് അവർക്കുണ്ടായില്ല, മറിച്ച് തിരിച്ചു പോക്കാണ് സംഭവിച്ചത്. ആ വാഹനത്തിൽ കയറിയതേ ഓർമ്മയുള്ളൂ. അതോടുകൂടി പിന്നീട് വ ഇന്ന ഇലാ റബ്ബിന ലമുൻഖലിബൂൻ എന്ന വാക്ക് അർത്ഥവത്താകുന്ന, യാഥാർത്ഥ്യവൽക്കരിക്കുന്ന രൂപത്തിലാണ് പിന്നീട് സംഭവിക്കുക. എത്രയോ ആളുകളുണ്ട്, ഇതാ വരുന്നു എന്ന് പറഞ്ഞ് പുറപ്പെട്ടവർ, ഇതാ ഞാനിതാ എത്താനായി എന്ന് പറഞ്ഞവർ, കാത്തിരിക്കൂ എന്ന് പറഞ്ഞവർ, ഒരുപാട് ആളുകൾ ഇന്നും നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പോലും സംഭവിക്കുന്നുണ്ടാകാം. അള്ളാഹു നമ്മെ എല്ലാ അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നോക്കൂ സഹോദരങ്ങളെ, ഓരോ യാത്രയിലും, ഓരോ വാഹനത്തിൽ, അത് ചെറിയ യാത്രയാവട്ടെ വലിയ യാത്ര ആവട്ടെ, നമ്മളൊന്ന് അങ്ങാടിയിൽ പോകുമ്പോൾ വരെ നമ്മളിത് പ്രാർത്ഥിക്കണം. കാരണം ചെറുതാവട്ടെ വലുതാവട്ടെ, യാത്ര എന്നത് ഒരു ഉറപ്പും ഇല്ലാത്ത കാര്യമാണ്. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമോ, തിരിച്ച് കുടുംബത്തിലേക്ക് എത്തുമോ നമുക്കറിയില്ല. അതുകൊണ്ടൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ നിരന്തരം എല്ലാ സമയത്തും ഈ പരലോകം മടങ്ങിപ്പോക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. അന്ത്യനാൾ എന്നത് സംഭവിക്കും. അന്ത്യനാൾ എന്നത് അതൊരിക്കലും വ്യർത്ഥമായ ഒരു കാര്യമല്ല. വഅന്ന സ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹ എന്ന് അല്ലാഹു പറഞ്ഞതുപോലെ, ഒരു സംശയവുമില്ലാതെ നിസ്സംശയം സാഅത്ത്, അന്ത്യനാൾ, അത് വരുന്നതാണ്. സഹോദരങ്ങളെ, അന്ത്യനാളുമായി ബന്ധപ്പെട്ട് മുന്നേ നമ്മൾ പഠിച്ച ഓരോ അടിസ്ഥാനത്തിലും വന്നതുപോലെ പ്രധാനമായി 3 കാര്യങ്ങളാണുള്ളത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ എന്ന വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അതിലൊന്നാമത്തേത് അൽ ഈമാനു ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കൽ, പുനരുദ്ധാനം. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അഥവാ അന്ത്യനാളിന് ശേഷം, നമ്മുടെ മരണാനന്തരം, അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഒരു മുഅ്മിനിൻ്റെ, ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും
സന്തോഷമായ, അവന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണിത്. മരിക്കലോടുകൂടി അവസാനിക്കുന്നില്ല, മരണാനന്തരം ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസിക്കും സമാധാനമാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും, എന്തൊക്കെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, നഷ്ടപ്പെട്ടാലും, ആരൊക്കെ ഉപദ്രവിച്ചാലും, ആരൊക്കെ അതിക്രമങ്ങൾ ചെയ്താലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ഇതുപോലെ വ്യക്തമായി പറഞ്ഞു തരാൻ മറ്റൊരു ആദർശത്തിനും സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ദീനിനല്ലാതെ, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമല്ലാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാനന്തരം എന്ത് സംഭവിക്കുമെന്ന് ഇതുപോലെ മറ്റൊരാൾക്കും അള്ളാഹുവും റസൂലും പറഞ്ഞതുപോലെ പറയാൻ സാധിക്കുകയില്ല. ബാക്കിയുള്ളവരെല്ലാവരും അവ്യക്തതയിലാണ്. പലരും മരിക്കും എന്ന വിഷയത്തിൽ ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ഏത് കാര്യത്തിലും രണ്ട് അഭിപ്രായമുണ്ടാകാം, അല്ലെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടായേക്കാം. പക്ഷേ മടങ്ങിപ്പോക്ക്, ഒരു മരണം എന്നതിൽ ഒരാൾക്കും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും എന്നതിൽ ആളുകൾക്ക് അവ്യക്തതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവ്യക്തത നീക്കി വ്യക്തമായി അതിനുവേണ്ടി ഒരുങ്ങാൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖിയാമത്തിൻ്റെ മുന്നോടിയായി അള്ളാഹു ഇസ്രാഫീൽ എന്ന മലക്കിനെ ഒരു കാഹളം ഏൽപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. സൂർ എന്ന കാഹളം. അതിൻ്റെ രൂപം എന്താണ്, വലിപ്പം എന്താണ് എന്ന് നമുക്കറിയില്ല. അള്ളാഹു പറഞ്ഞു, വനുഫിഖ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ ആകാശഭൂമികളിലുള്ളവരെല്ലാവരും ബോധരഹിതരായി താഴെ വീഴും. അഥവാ എല്ലാവരും മരിച്ചു വീഴും, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. ഈ കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കും. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ഖിയാമത്ത്. ചെറിയ ഖിയാമത്ത് എന്നത് ഓരോരുത്തരെയും ആപേക്ഷികമായി വ്യക്തിപരമായി സംഭവിക്കുന്നതാണ്. നമ്മളെല്ലാവരും മരിക്കലോടുകൂടി നമ്മുടെ ഖിയാമത്ത് ആരംഭിച്ചു. എന്നാൽ ലോകത്തിൻ്റെ ഖിയാമത്ത്, ലോകാവസാനം, ലോകം മുഴുവനും നശിക്കുക ഈ സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ടാലാണ്. എല്ലാവരും ബോധരഹിതരായി താഴേക്ക് പതിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളിലും ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ആകാശങ്ങൾ പൊട്ടി താഴേക്ക് വീഴും, നക്ഷത്രങ്ങൾ ഉതിർന്ന് വീഴും, പർവ്വതങ്ങൾ പന്നിക്കെട്ട് പോലെ പറന്നു നടക്കും, ഭൂമി വലിയ ഗർത്തമായി, ആകാശവും ഭൂമിയും അതല്ലാത്ത മറ്റൊരു പ്രതലമായി തീരും എന്നെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ എല്ലാവരും മരിച്ചു വീഴും. ثُمَّ نُفِخَ فِيهِ أُخْرَى. വീണ്ടും അദ്ദേഹം ഒരു ഊത്തുകൂടി ഊതും. അഥവാ വീണ്ടും ഒരു ഊത്തുകൂടി ഊതപ്പെട്ടാൽ فَإِذَا هُمْ قِيَامٌ يَنْظُرُونَ. അപ്പോഴതാ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നോക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആദ്യമായി ഖബറിൽ നിന്നും പുറത്തേക്ക് വരിക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് ഖബർ പിളർന്ന് പുറത്തേക്ക് ആദ്യമായി അവിടുന്നാണ് പുറത്തേക്ക് വരിക. എല്ലാവരും മരിച്ച എല്ലാവരും എഴുന്നേൽക്കും. സൂറത്തു സൽസലയിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം എടുത്ത് പുറത്തേക്കിടും. എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമെന്നാണ്. എന്താണ് സംഭവിക്കുന്നത്? സൂറത്തു യാസീനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അവർ പറയും, ആരാണ് നമ്മളെ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത്? അങ്ങനെ എല്ലാവരും ഒരൊറ്റ സ്ഥലം ലക്ഷ്യം വെച്ച് പിന്നീട് ഓടലാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പ് സഹോദരങ്ങളെ, അതിൽ നമ്മൾ വിശ്വസിക്കണം. പുനർജനിക്കലല്ല, പ്രത്യേകം മനസ്സിലാക്കുക. പുനർജന്മമല്ല. കഴിഞ്ഞ ജന്മം, മുജ്ജന്മം എന്ന് പറയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല.
അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ് ഇത് പൂർത്തീകരിക്കപ്പെട്ടാൽ പിന്നീട് ഇതാ ഈ നഫ്ഖ് കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇതേ ശരീരം ഇതേ ആത്മാവുമായി വീണ്ടും റബ്ബിൻ്റെ മുന്നിലേക്ക് വരലാണ്, വീണ്ടും ഉയർത്തെഴുന്നേറ്റു വരലാണ്. പിന്നീട് വേറെ ജീവിയായിട്ടോ ജന്തുവായിട്ടോ മനുഷ്യനായിട്ടോ ജനിക്കലല്ല. അങ്ങനെ ജനിക്കുമ്പോൾ ഈ ജന്മത്തിൽ സംഭവിച്ചതിന് പ്രതിഫലം ആര് വാങ്ങും? ഒരു ചോദ്യമാണ്. നോക്കൂ, ഈ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും പ്രയാസവും പരീക്ഷണവും ഒക്കെ എല്ലാവരും ഏറ്റുവാങ്ങുന്നുണ്ട്, എല്ലാവർക്കും ഉള്ളതാണത്. ഈ ജന്മം കഴിഞ്ഞ് ഈ ജീവിതം കഴിഞ്ഞ് പിന്നീട് വേറെ ഒരാളായിട്ട് ജനിക്കലാണെങ്കിൽ ഈ ജീവിതത്തിലുള്ള നീതിയും ന്യായവും ആര് വാങ്ങും? എവിടുന്ന് കിട്ടും? അള്ളാഹുവിൻ്റെ ദീൻ വ്യക്തമായി പഠിപ്പിക്കുന്നു, മറ്റൊരാളായിട്ട് വരലല്ല, മറിച്ച് ഇതേ ശരീരം ഇതേ ആത്മാവ് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് എഴുന്നേറ്റു വരും. രണ്ട് ഊത്തുകൾ ഉണ്ട്. അതല്ലെങ്കിൽ വേറെ ചില ആയത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പേടിച്ചു വിറക്കും. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ 3 തവണ ഊതപ്പെടും. ഇസ്രാഫീൽ അലൈഹിസ്സലാം 3 തവണ കാഹളത്തിൽ ഊതും എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ ഊത്തുകൾക്കിടയിൽ 40 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മാ ബൈന നഫ്ഖതൈനി 40, 2 ഊത്തുകൾക്കിടയിൽ 40. സഹാബത്ത് ചോദിച്ചു, 40 യൗമൻ, 40 ദിവസങ്ങളാണോ നബിയെ? അതല്ല 40 ഷഹ്റൻ, 40 മാസങ്ങളാണോ നബിയെ? അതല്ല 40 സനതൻ, 40 വർഷങ്ങളാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വിസമ്മതിച്ചു. അവിടെ പറഞ്ഞു കൊടുത്തില്ല. എത്ര വർഷമാണ്, ദിവസങ്ങളാണോ വർഷങ്ങളാണോ ഒന്നും അറിയില്ല. അഥവാ ആദ്യത്തെ ഊത്ത് കഴിഞ്ഞ് എല്ലാവരും മരിച്ചു വീണാൽ പിന്നീട് അടുത്ത ഊത്ത് എപ്പോഴാണ് എന്നറിയില്ല എന്ന് ചുരുക്കം. എന്തായാലും അതിനിടയിൽ ഇതുപോലെ ദൈർഘ്യമുണ്ടാകും. ഒന്നല്ലെങ്കിൽ 40 ദിവസമാകാം, 40 മാസങ്ങളാവാം, 40 വർഷങ്ങളാവാം, അല്ലാഹു അഅലം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ യുൻസിലുല്ലാഹു മിനസ് സമാഇ മാഅൻ. അങ്ങനെ എല്ലാവരും മരിച്ചു വീണ് കഴിഞ്ഞാൽ വാനലോകത്ത് നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കും. ഉപരിതലത്തിൽ നിന്നും വെള്ളം അവരുടെ മുഖത്തേക്ക് അതല്ലെങ്കിൽ അവരുടെ ദേഹത്തേക്ക് വീഴും. കമാ യൻബുതുൽ ബഖ്ലു ഫയംബുതൂന കമാ യംബുതുൽ ബഖ്ലു. അപ്പോഴതാ ആ വെള്ളം തട്ടുമ്പോൾ ചെടി അതല്ലെങ്കിൽ ചീരച്ചെടി പൊട്ടിമുളക്കുന്നത് പോലെ ആളുകൾ വീണ്ടും എഴുന്നേറ്റു വരും. ആ അവസരത്തിൽ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും? ലൈസ മിനൽ ഇൻസാനി ഷൈഉൻ ഇല്ലാ യബ്ല ഇല്ലാ അദ്മൻ വാഹിദൻ വഹുവ അജ്ബു ദനബി. മനുഷ്യൻ്റെ എല്ലാം നുരുമ്പി പോയിട്ടുണ്ടാകും. എല്ലാവരും മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് നുരുമ്പിപ്പോയ അവസ്ഥയിലായിരിക്കും, ഒരു അസ്ഥി ഒഴികെ. അതിനാണ് അജ്ബു ദനബ് എന്ന് പറയുക. അഥവാ നട്ടെല്ലിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്ന ഒരു എല്ല്, അത് മാത്രം ബാക്കിയുണ്ടാകും. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ. അതിൽ നിന്നാണ് വീണ്ടും അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യനെ രൂപപ്പെടുത്തി കൊണ്ടുവരിക. സഹോദരങ്ങളെ നോക്കൂ, ഈ കാര്യം സംഭവിക്കാനിരിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥയാണ് ഈ പറയുന്നത്. ഇതിൽ നമ്മൾ ഓരോരുത്തരും ഉറച്ചു വിശ്വസിക്കണം. ഇത് നിഷേധിച്ച പല ആളുകളുമുണ്ട്. ഇങ്ങനെ റബ്ബ് ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ ശക്തമായി താക്കീത് ചെയ്തിട്ടുണ്ട്, അവർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു. മനുഷ്യൻ ജനിച്ചത്, അവൻ പടിപടിയായി അല്ലാഹു അവനെ സൃഷ്ടിച്ച അവസ്ഥ റബ്ബ് പറഞ്ഞു. ആദ്യം കണ്ടാൽ അറപ്പ് തോന്നുന്ന രൂപത്തിലുള്ള ഇന്ദ്രിയ തുള്ളിയായിരുന്നു, പിന്നീട് മാംസകഷ്ണമായി, പിന്നീട് രക്തക്കട്ടയായി, അതിനുശേഷം പിന്നീട് മാംസകഷ്ണമായി, അതിൽ പിന്നീട് എല്ലുകൾ വന്നു, അങ്ങനെ ഒരു മനുഷ്യരൂപമായി. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മനുഷ്യനെ മാതാവിൻ്റെ വയറ്റിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു.
എന്നിട്ട് അവൻ്റെ യൗവനവും വാർദ്ധക്യവും ഒക്കെ കഴിഞ്ഞു. അതല്ലെങ്കിൽ ദുനിയാവിൽ അള്ളാഹു ജീവിക്കാനുള്ള ആയുസ് അവന് നൽകി. ശേഷം എല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, തീർച്ചയായും നിങ്ങൾ ഖിയാമത്ത് നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അള്ളാഹു അതാ ചോദിക്കുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യ, നിങ്ങളെ നാം വെറുതെ അബസായിക്കൊണ്ട്, വ്യർത്ഥമായിക്കൊണ്ട്, ഒരു കാര്യവുമില്ലാതെ പടച്ചതാണ്, സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല നിങ്ങൾ എന്നാണോ നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചതായി കാണാം. മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞു, സഅമല്ലദീന കഫറു അല്ല യുബഅസു, നിഷേധികളായ കാഫിറുകളായ ആളുകൾ പറഞ്ഞു, അവർ ജൽപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കലും സംഭവിക്കുകയില്ല, മരിച്ചാൽ അതോടുകൂടി കഴിഞ്ഞു എന്നവർ അവകാശവാദം ഉന്നയിച്ചു. അള്ളാഹു പറയുന്നു, ഖുൽ, നബിയെ പറയുക, ബലാ വറബ്ബി ലതുബഅസുന്ന ثم لتنبؤن بما عملتم وذلك على الله يسير. അതെ, റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു നൽകും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് റബ്ബിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരാൾ അവിടുത്തെ അടുത്തേക്ക് വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന കടുത്ത സത്യനിഷേധിയായ മുശ്രിക്കായ ഒരുവൻ നുരുമ്പിയ പൊടിഞ്ഞ എല്ലുമായി വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഊതി. എന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ്, അതസ്ഉമു അന്ന അല്ലാഹ യബ്അസു ഹാദാ, ഞാനിപ്പോൾ ഊതിപ്പറപ്പിച്ച ഈ എല്ലുകൾ അല്ലാഹു തആല ഇതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണോ നീ അവകാശവാദം ഉന്നയിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, യുമീതുക അല്ലാഹു തആല സുമ്മ യബ്അസുക സുമ്മ യഹ്ശുറുക ഇലന്നാർ, നിന്നെ അല്ലാഹു മരിപ്പിക്കും, എന്നിട്ട് നിന്നെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും, എന്നിട്ട് നിന്നെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, സൂറത്തു യാസീനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെക്കുറിച്ച് പറഞ്ഞു, വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു, മനുഷ്യൻ അഥവാ ആ വന്നവൻ, അവനെപ്പോലെയുള്ളവൻ നമുക്ക് ഉപമ പറയുകയാണ്. ഈ എല്ലുകൾ കാണിച്ചിട്ട് അതിങ്ങനെ കാറ്റിൽ പറത്തിയിട്ട് ഇനി ഇതിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വനസിയ ഖൽഖഹു, അവൻ തൻ്റെ സൃഷ്ടിപ്പ് മറന്നുപോയി. മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതവൻ മറന്നുപോയി. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അവൻ തന്നെ ഇല്ല, ഉണ്ടോ? കുറച്ചു കാലങ്ങൾക്ക് മുന്നേ അവൻ എന്ന ഒരു സൃഷ്ടി തന്നെ ദുനിയാവിലില്ല. ഇനി അവൻ ജനിച്ചതെങ്ങനെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്നത് ഒരു വെള്ളത്തുള്ളിയിൽ നിന്നാണ്. അങ്ങനെ ഒരുവൻ ചോദിക്കുകയാണ്, ഇതിൽ നിന്നൊരു മനുഷ്യനുണ്ടാവുമോ ഇത്രയും വലിയ, ഈ വലിപ്പത്തിലും വണ്ണത്തിലും ഇങ്ങനെ ശരീരത്തിലും അതുപോലെ കൈകളും കാലുകളും ഇങ്ങനെ മാംസവും ഇങ്ങനെ ഒരു മനുഷ്യൻ വരും എന്നാണോ പറയുന്നത് എന്നൊരാൾ ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെയാണ് അള്ളാഹു പറയുകയാണ്, അവൻ അവൻ്റെ സൃഷ്ടിപ്പിനെ മറന്നു കളഞ്ഞു. എന്നിട്ടാണ് അവൻ അള്ളാഹുവിന് ഉപമ പറയുന്നത്. അവൻ ചോദിക്കുന്നു, ഈ നുരുമ്പിപ്പോയ, ഈ കാറ്റിൽ പറത്തപ്പെട്ട എല്ലുകളിൽ നിന്ന് വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ അവൻ്റെ ചോദ്യം? അള്ളാഹു പറയുകയാണ്, ഖുൽ, പറയുക, യുഹ്യീഹ അല്ലദീ അൻശഅഹാ അവ്വല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, ആദ്യം അവനെ ആരാണോ സൃഷ്ടിച്ചു കൊണ്ടുവന്നത് ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും, ജീവിപ്പിച്ചു കൊണ്ടുവരും. അവൻ തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. നമ്മൾ മരിച്ചു, നമ്മുടെ എല്ലുകൾ നുരുമ്പിപ്പോയി, നമ്മുടെ ശരീരം മണ്ണിൽ ലയിച്ചു, അള്ളാഹുവിന് മാറിപ്പോവുകയില്ല, അള്ളാഹുവിന് മറന്നു പോവുകയില്ല.
അള്ളാഹു അവൻ്റെ ഓരോ സൃഷ്ടിയെക്കുറിച്ചും അറിവുള്ളവനാണ്. എന്നിട്ട് അള്ളാഹു ഒരു ഉദാഹരണം പറയുന്നു. അല്ലദീ ജഅല ലക്കും മിനശ് ശജറിൽ അഖ്ളരി നാറൻ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ. അള്ളാഹു തആല പച്ചമരം, അതിൽ നിന്നും കത്തിക്കാനായി തീ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു. നോക്കൂ, മരം എന്നത് അത്ഭുതമാണ്. നനഞ്ഞ മരം മനുഷ്യൻ കൊത്തിയെടുക്കുന്നു, പിന്നീട് അതതാ വിറകായി കത്തിക്കാൻ ഉപയോഗിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഉദാഹരണത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. ആകാശഭൂമികളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവരെ പോലെയുള്ളവരെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണോ? ബല, അതെ, വഹുവൽ ഖല്ലാഖുൽ അലീം, അവനാണ് എല്ലാവരെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന, സർവ്വതിനെയും സൃഷ്ടിച്ച അൽ ഖല്ലാഖ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അള്ളാഹുവിൻ്റെ കാര്യമെന്നാൽ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ, ഉണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഫയകൂൻ, അത് ഉണ്ടാവുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ. എല്ലാറ്റിൻ്റെയും സർവാധിപത്യം ഏതൊരുവൻ്റെ കയ്യിലാണോ ആ റബ്ബ്, അവൻ പരിശുദ്ധനായിരിക്കുന്നു. അവന് യോജിച്ചതല്ല വെറുതെ മനുഷ്യരെ സൃഷ്ടിക്കുക, വെറുതെ ഒരു സൃഷ്ടിപ്പുണ്ടാക്കുക, എന്നിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലാതെ, കൽപ്പനകളില്ലാതെ, ഒരു അടിസ്ഥാനമില്ലാതെ ഇങ്ങനെ എന്തെങ്കിലും പടച്ചുവിടുക എന്നുള്ളത് റബ്ബിന് യോജിച്ചതല്ല. അവൻ അതിൽ നിന്ന് പരിശുദ്ധനാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഈ ആയത്തുകൾ നോക്കൂ നിങ്ങൾ. സത്യനിഷേധികളായ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള വ്യക്തമായ മറുപടിയാണ്. ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്നു പറയുന്നവർക്കുള്ള മറുപടിയാണ്. അങ്ങനെ ചോദിച്ചാൽ അവൻ്റെ കേടുവന്ന ബുദ്ധിയിൽ, യുക്തിയില്ലാത്ത യുക്തി കൊണ്ട് ഇങ്ങനെയുള്ള വാദം ഉന്നയിക്കുമ്പോൾ അവനവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ഓർത്തുകൊള്ളട്ടെ. വയറ്റിലുള്ള ഒരു കുട്ടി പറയുകയാണ്, ഇതിൻ്റെ അപ്പുറത്തേക്കൊരു ലോകമില്ല. എന്താണ് അവനോട് പറയുക? ഇതിനപ്പുറത്തേക്ക് ഒരു ലോകമൊന്നുമില്ല, ഇതാണ് നമ്മുടെ ലോകം എന്ന് ഒരു കുട്ടി പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും അത്തരം ആളുകളുടെ അവസ്ഥ? എന്നതുപോലെ നോക്കൂ, ജീവിക്കുന്നു, ഈ വായു ശ്വസിക്കുന്നു, ആകാശഭൂമികൾ ഇങ്ങനെ കാണുന്നു, റബ്ബിൻ്റെ സൃഷ്ടിപ്പുകൾ കാണുന്നു, ആളുകൾ ജനിക്കുന്നു, മരിക്കുന്നു, ഇവിടെ പലതും സംഭവിക്കുന്നു, രാപ്പകലുകൾ മാറി മാറി വരുന്നു. ഇതൊക്കെ കണ്ടിട്ടും മനുഷ്യൻ പറയുകയാണെന്ത്? ഉയർത്തെഴുന്നേൽപ്പൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ജീവിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് അക്കമിട്ട് മറുപടി പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. ഒരിക്കലും തെറ്റിപ്പോവാൻ പാടില്ലാത്ത ഈമാനായിരിക്കണം ഇത്. കാരണം ഈ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ഈമാൻ ശരിയാവുകയുള്ളൂ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് പിന്നീട് എന്ത് സംഭവിക്കും? അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചതുപോലെ എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അള്ളാഹു പറഞ്ഞു, വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദ. സൂറത്തുൽ കഹ്ഫിലൂടെ അള്ളാഹു അറിയിച്ചു, എല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടും. അതിനാണ് അർദുൽ മഹ്ശർ എന്ന് പറയുക. അർദുൽ മഹ്ശർ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അള്ളാഹു എല്ലാവരെയും കൊണ്ടുവരും. ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരാളും ഒഴിവാവുകയില്ല. ഒരാളും എന്ന് പറഞ്ഞാൽ മനുഷ്യർ പോട്ടെ, മൃഗങ്ങൾ, ജന്തുക്കൾ, ജീവജാലങ്ങൾ, പാറ്റകൾ, പ്രാണികൾ വരെ എല്ലാവരും വരും. വഇദൽ വുഹൂശു ഹുശിറത്, അള്ളാഹു പറഞ്ഞതുപോലെ പാറ്റകൾ, കൂറകൾ, അതുപോലെയുള്ള ചെറിയ ചെറിയ ജീവജാലങ്ങൾ വരെ അവിടെ അർദുൽ മഹ്ശറിലേക്ക് വരും. മനുഷ്യരുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർലൻ. ജനങ്ങൾ ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ,
വസ്ത്രമില്ലാതെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എല്ലാവരും. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അന്നിസാഉ വർ-റിജാലു ജമീഅൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, സ്ത്രീയും പുരുഷനും എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ പരസ്പരം നോക്കിക്കാണുകയില്ല നബിയെ? ഖാല, അവിടുന്ന് പറഞ്ഞു, യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നതിനേക്കാൾ കടുത്ത അവസ്ഥയിലായിരിക്കും അർദുൽ മഹ്ശറിൽ ആളുകൾ ഉണ്ടാവുക. അർദുൽ മഹ്ശർ എന്നത് സഹോദരങ്ങളെ ഭയാനകമായ ഒരവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർദുൽ മഹ്ശറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, നിഷേധികളായ ആളുകളെ കൊണ്ടുവരപ്പെടുന്ന രംഗം. വനഹ്ശുറുഹും യൗമൽ ഖിയാമത്തി അലാ വുജൂഹിഹിം ഉമ്യൻ വബുക്മൻ വസുമ്മൻ, നിഷേധികളായ ആളുകളെ മഹ്ശറിലേക്ക് അല്ലാഹു കൊണ്ടുവരിക. അവർക്ക് കണ്ണ് കാണുകയില്ല, അവർ അന്ധന്മാരായിരിക്കും. ദുനിയാവിൽ കണ്ണുണ്ടാവും, കാഴ്ചയുണ്ടാവും, കണ്ടിട്ടുണ്ടാകും. പക്ഷെ പരലോകത്ത് വരുമ്പോൾ അന്ധരായിരിക്കും. സംസാരശേഷി ഉണ്ടാവുകയില്ല, കാത് കേൾക്കുകയില്ല, മുഖം കുത്തിയവരായിക്കൊണ്ടായിരിക്കും അർദുൽ മഹ്ശറിലേക്ക് അവർ വരിക. സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബിയെ മുഖം കുത്തിക്കൊണ്ട് നടന്നു വരിക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ദുനിയാവിൽ ഇരുകാലുകളിൽ നടത്താൻ കഴിവുള്ളവൻ മഹ്ശറിൽ അവനെ മുഖം കൊണ്ട് മുഖം കുത്തിയവനായി കൊണ്ടുവരാനും കഴിവുള്ളവനാണ്. വളരെ ഭയാനകരമായ ഭീകരാന്തരീക്ഷമായിരിക്കും ആ അർദുൽ മഹ്ശറിലെ അവസ്ഥ എന്ന് നമുക്ക് കാണാം. എത്രത്തോളം സൂര്യൻ വളരെ അടുത്തായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൃഷ്ടികളുമായി സൂര്യൻ അടുത്തു വരും. എത്രത്തോളം? ഒരു മൈൽ എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ അതിന് ആ ഹദീസ് റിവായത്ത് ചെയ്ത റാവിമാരിൽ ഒരാൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒരു മൈൽ എന്നാൽ ദുനിയാവിൽ ഒരു മൈൽ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം. അതുപോലെ തന്നെ സുറുമക്കോലിന് മൈൽ എന്ന് പറയാറുണ്ട്. രണ്ടായാലും കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ വളരെ അടുത്തായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഓരോരുത്തരും തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് വിയർപ്പിലായിരിക്കും. ചില ആളുകളുടെ നെരിയാണി വരെ വിയർപ്പായിരിക്കും, ചില ആളുകളുടെ കാൽമുട്ട് വരെ, ചില ആളുകളുടെ അര വരെ, ചില ആളുകൾ മൂക്ക് മുങ്ങിപ്പോകുന്ന രൂപത്തിലായിരിക്കും. അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചിലർക്ക് അർശിൻ്റെ തണൽ ഇട്ട് നൽകുന്നതാണ്. ഹദീസിൽ നമുക്ക് കാണാം. എല്ലാവരും ഓരോരുത്തരും അവനവൻ്റെ സ്വന്തം കാര്യം ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. നഫ്സി നഫ്സി, ഞാൻ, എൻ്റെ കാര്യം, ദുനിയാവിലുള്ള മുഴുവനും പകരം തരാം റബ്ബേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന അവസ്ഥയിലായിരിക്കും. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നു യുഗ്നീ. അല്ലാഹു പറഞ്ഞില്ലേ, അന്നേ ദിവസം സഹോദരനിൽ നിന്ന് സഹോദരൻ ഓടിയകലും, ഉമ്മയിൽ നിന്ന്, വാപ്പയിൽ നിന്ന്, മക്കളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് എല്ലാവരും ഓടി അകലുന്ന ദിവസമായിരിക്കും. എല്ലാവരും അവനവൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കും. എൻ്റെ കാര്യം, ഞാനൊന്ന് രക്ഷപ്പെടണേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന തേട്ടമായിരിക്കും ഓരോരുത്തരുടെയും അവസ്ഥ. ആ അർദുൽ മഹ്ശർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷങ്ങളുടെ ദൈർഘ്യമാണ് പരലോകത്തെ ഒരു ദിവസത്തിന്. 50,000 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. അതാണ് അവിടുത്തെ ദൈർഘ്യം. അർദുൽ മഹ്ശറിൽ ഇങ്ങനെ എല്ലാവരും ഇതുപോലെ പേടിച്ചു വിറച്ച് നിൽക്കുമ്പോൾ ആ നൃത്തം അവസാനിപ്പിക്കാൻ പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് ആളുകൾ കടക്കും. അഥവാ ഈ നൃത്തം അവസാനിപ്പിക്കണമെങ്കിൽ അല്ലാഹു തആലയോട് ശുപാർശ പറയണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മനുഷ്യരെല്ലാവരും അവരുടെ വാപ്പയായ ആദം അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് ചെല്ലും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കും, നിങ്ങളല്ലേ നമ്മളെ വാപ്പ, അതുകൊണ്ട് അള്ളാഹുവിനോടൊന്ന് പറയണം. അദ്ദേഹം
അള്ളാഹു വിലക്കിയ ആ മരത്തിലേക്ക് അടുത്തത് കാരണത്താൽ അതിൻ്റെ പേടിയിലായിരിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ പേടിയിലായിരിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് അദ്ദേഹം അയക്കും. അദ്ദേഹം ആദ്യത്തെ റസൂലാണ്. ആദ്യം അള്ളാഹു ഷിർക്കിനെതിരിൽ താക്കീതുമായി അയച്ച റസൂലാണ് അദ്ദേഹം. അതും പറഞ്ഞിട്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. അദ്ദേഹം ഒഴികഴിവ് പറയും. അദ്ദേഹം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് അയക്കും. അദ്ദേഹവും ഒഴികഴിവ് പറയും. അദ്ദേഹം മൂസാ നബിയുടെ അലൈഹിസ്സലാം അടുത്തേക്ക് പറഞ്ഞയക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് അയക്കും. അദ്ദേഹവും കൈയൊഴിയും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അയക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അനലഹ, ഞാനാണ് അതിൻ്റെ ആൾ. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന സ്തുത്യർഹമായ സ്ഥാനം, മഖാമും മഹ്മൂദ്. അഥവാ സർവരെയും എല്ലാവരുടെയും കാര്യം ശുപാർശക്കെടുക്കാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയും. എല്ലാവരെയും വിചാരണക്കെടുക്കാൻ ശുപാർശ ചെയ്യും. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ വലിയ സ്ഥാനം. സൃഷ്ടികൾക്കിടയിൽ ഖിയാമത്ത് നാളിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നൽകിയ സ്ഥാനം എല്ലാവർക്കും ബോധ്യപ്പെടും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയിട്ട് അള്ളാഹുവെ ഒന്ന് വിചാരണക്കെടുക്കണേ എന്നല്ല പറയുക, മറിച്ച് അവിടുന്ന് അർശിന് കീഴിൽ പോയി സുജൂദിൽ വീഴും. അള്ളാഹുവിൻ്റെ അർശിന് താഴെ സുജൂദിലേക്ക് വീഴും. സുദീർഘമായ സുജൂദിലായിരിക്കും. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കും, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, ഓ നബിയെ താങ്കൾ താങ്കളുടെ ശിരസ് ഉയർത്തുക. വശഫ്യ തുശഫ, വസൽ തുഅത, ചോദിക്കുക നൽകപ്പെടും. താങ്കൾ ശുപാർശ പറയുക, ശുപാർശ നൽകപ്പെടും. അപ്പോൾ ആ സമയത്ത് അല്ലാഹു തആല ചില സ്തുതി വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കും. ആ വാക്ക് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഈ ശുപാർശ നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഈ ശുപാർശക്ക് വേണ്ടി സഹോദരങ്ങളെ, വഫാത്തായി പോയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ദുആ ചെയ്യാൻ നമുക്ക് പാടുള്ളതല്ല. മറിച്ച് ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അത് ചൊല്ലിയ ഒരാൾക്ക് ശുപാർശ ലഭിക്കും. അതുപോലെ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ അയാൾക്ക് ശുപാർശ ലഭിക്കും എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശുപാർശയിൽ നമ്മൾ വിശ്വസിക്കണം. ഖിയാമത്ത് നാളിൽ സംഭവിക്കാനുള്ളതാണ്. അള്ളാഹു പറയുന്നു അതിനുശേഷം, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ റബ്ബ് അവിടേക്ക് വരും. അള്ളാഹു അവൻ്റെ മഹത്വത്തിനും അവൻ്റെ പ്രതാപത്തിനും യോജിച്ച രൂപത്തിൽ വിചാരണക്കായി വരും. മലക്കുകളും അണിയണിയായി വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം, ആ സമയത്ത് ജഹന്നം എന്ന നരകം അർദുൽ മഹ്ശറിലേക്ക് കൊണ്ടുവരപ്പെടും. യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ, മനുഷ്യൻ ആ സമയത്തായിരിക്കും ചിന്തിക്കുക. ദുനിയാവിലെ ജീവിതം നഷ്ടപ്പെടുത്തിപ്പോയ ആളുകൾ അവിടെ എത്തിയിട്ട് ചിന്തിക്കും. അള്ളാഹു ചോദിക്കുന്നു, വഅന്നാ ലഹു ദിക്റ, ഇനി ചിന്തിച്ചിട്ട് എന്ത് കാര്യം, ഇനി ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, മനുഷ്യൻ അവിടെ വെച്ച് പറയും, എൻ്റെ നാശം, എനിക്ക് നാശം, എൻ്റെ ജീവിതം ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ, എൻ്റെ ജീവിതം അള്ളാഹുവിന് വഴിപ്പെട്ടിരുന്നെങ്കിൽ, എൻ്റെ ജീവിതം കഴിഞ്ഞു പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ, ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്ന് വിലപിക്കുന്ന അവസ്ഥ അന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ വന്നുകൊണ്ട് വിചാരണ ചെയ്യും, ഓരോരുത്തരെയും വിചാരണ ചെയ്യും. അതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ കാര്യം, അൽ ഈമാനു ബിൽ ഹിസാബി വൽ ജസാ. ഒന്നാമത്തെ കാര്യം ഉയർത്തെഴുന്നേൽപ്പാണ്. ഉയർത്തെഴുന്നേൽപ്പും അതിനുശേഷം സംഭവിക്കുന്ന അർദുൽ മഹ്ശറും. രണ്ടാമത്തെ കാര്യമെന്നത് ആ അർദുൽ മഹ്ശറിൽ പിന്നീട് സംഭവിക്കാനുള്ളതാണ്. അൽ ഈമാനു ബിൽ ഹിസാബി വൽ ജസാ, വിചാരണ ചെയ്യും.
ഓരോരുത്തരുടെയും കണക്ക് നോക്കും, എന്നിട്ട് പ്രതിഫലം നൽകും. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, തീർച്ചയായും നമ്മിലേക്കാണ് അവരുടെ മടക്കം, ശേഷം അവരുടെ വിചാരണ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, ഇനി നമ്മുടെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും, ഓരോ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ രേഖപ്പെടുത്തപ്പെട്ട രേഖ നാളെ വിചാരണ ചെയ്യും. ഓരോ കാര്യവും വിചാരണ ചെയ്യുന്നതാണ്. മനുഷ്യൻ എന്താണോ ചെയ്യുന്നത് അതവിടെ പരലോകത്ത് കാണിക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല. എത്രത്തോളം അള്ളാഹു പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ആരാണോ ഒരു നന്മയുമായി പരലോകത്തേക്ക് വരുന്നത് അവന് 10 നന്മകൾ തത്തുല്യമായി ലഭിക്കും. ഒരു നന്മ ചെയ്താൽ പരലോകത്ത് 10 പ്രതിഫലമാണ് അള്ളാഹു നൽകുക. വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സ ഇല്ലാ മിസ്ലഹ, ഇനി ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മക്ക് ഒരു തിന്മ എന്നതല്ലാതെ അള്ളാഹു രേഖപ്പെടുത്തുകയില്ല. വഹും ലാ യുദ്ലമൂൻ, മനുഷ്യർ സൃഷ്ടികൾ അതിക്രമത്തിന് വിധേയരാവുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്താൽ 1ന് 10 അള്ളാഹു നൽകുക. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അവിടുത്തെ ഹദീസിൽ വന്നു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആതി സുമ്മ ബയ്യന ദാലിക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നതാണ് നന്മ, ഇന്നതാണ് തിന്മ എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നന്മ അതിനെക്കുറിച്ച്, ഒരു തിന്മ അതിനെക്കുറിച്ച് അള്ളാഹു വ്യക്തമായി സൃഷ്ടികൾക്ക് അതിന് രൂപരേഖ നൽകിയിട്ടുണ്ട്. ഏതാണ് നന്മ, ഏതാണ് തിന്മ എന്നൊക്കെ. അവിടുന്ന് പറഞ്ഞു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, ഒരാൾ ഒരു നന്മ മനസ്സിൽ ഉദ്ദേശിച്ചു, പക്ഷെ അയാൾ അത് പ്രവർത്തിക്കാൻ സാധിച്ചില്ല, അല്ലാഹു തആല പരിപൂർണമായ ഒരു നന്മ അയാൾക്ക് രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ, ഔദാര്യം നോക്കൂ നിങ്ങൾ. ഒരു നന്മ വിചാരിച്ചു പക്ഷെ ചെയ്യാൻ സാധിച്ചില്ല, പരിപൂർണമായ ഒരു നന്മ അള്ളാഹു രേഖപ്പെടുത്തും. വൈൻ ഹുവ ഹമ്മ ബിഹ ഫഅമിലഹ കതബഹ അല്ലാഹു ലഹു ഇൻദഹു 10 ഹസനാതിൻ ഇലാ 700 ളഅഫിൻ ഇലാ അദ്ആഫിൻ കസീറ. ഇനി ഒരാൾ ഒരു നന്മ ഉദ്ദേശിച്ചു, എന്നിട്ട് അയാൾ അത് ചെയ്യുകയും ചെയ്തു, 10 മുതൽ 700 ഇരട്ടി വരെ, അതല്ല കണക്കില്ലാത്തത്ര ഇരട്ടി അള്ളാഹു അയാൾക്ക് ഇരട്ടിപ്പിച്ചു നൽകും പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. നേരെ തിരിച്ച്, വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ ഫലം യഅമൽഹ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനതൻ കാമില, ഒരാൾ ഒരു തിന്മ ചെയ്യണമെന്ന് വിചാരിച്ചു, എന്നിട്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി. ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ട് സാധിക്കാതിരുന്നതല്ല, മറിച്ച് അയാൾ സ്വയം വിചാരിച്ചു, വേണ്ട, എനിക്ക് ആ തിന്മ വേണ്ട എന്ന് വിചാരിച്ചു പിന്മാറിയാൽ അള്ളാഹു അയാൾക്ക് ഒരു നന്മ രേഖപ്പെടുത്തും. ഫൈൻ ഹുവ ഹമ്മ ഫഅമിലഹ കതബഹ അല്ലാഹു ലഹു സയ്യിഅതൻ വാഹിദ, ഇനി ഉദ്ദേശിക്കുകയും ചെയ്യുകയും ചെയ്തു, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഒരു തിന്മയാണ് അള്ളാഹു അയാൾക്ക് രേഖപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിൻ്റെ ഔദാര്യം നമുക്ക് ഈ വിഷയത്തിൽ കാണാം. ഒരു നന്മ ഉദ്ദേശിച്ചാൽ 1, ചെയ്താൽ 10 മുതൽ 700 വരെ കണക്കില്ലാതെ. നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, കണക്കില്ലാത്ത പ്രതിഫലമാണ്. പക്ഷെ തിന്മ എന്നത് 1ന് 1 മാത്രമേ കിട്ടുകയുള്ളൂ. എന്നിട്ടും ഒരാളുടെ ഏടുകൾ, തിന്മകൾ അയാളുടെ ഏടുകളെ അതിജയിച്ചാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ, നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. അള്ളാഹു ഇത്ര നന്മകൾ നമുക്ക് തന്നിട്ടും നന്മകൾ ഏടുകളിൽ ഇല്ലാതെ തിന്മകൾ അതിനെ അതിജയിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിചാരണയുടെ വേള നമ്മൾ ഓർമ്മിക്കുക. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാനും ഇബാദത്തുകൾ ശരിയാക്കാനും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ,
നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും പാഴായി പോകുന്നില്ല. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. മലക്കുകളുമായി ബന്ധപ്പെട്ട ഈമാനിൽ നമ്മളത് പഠിച്ചതാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിരീക്ഷകരായ തയ്യാറായി നിൽക്കുന്ന ഈ രണ്ട് മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവർ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന ഓരോ വാക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ സഹോദരങ്ങളെ പരലോകത്ത് കാണും. ആ ഏടുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. എല്ലാ മനുഷ്യരുടെയും ശകുനം അഥവാ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ അവൻ്റെ പിരടിയിൽ ബന്ധിക്കപ്പെട്ടതാണ്. അഥവാ നമ്മുടെ പിരടിയിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ചെയ്തതാണ് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ കൈകൾ പ്രവർത്തിച്ചതാണ് നമ്മുടെ പ്രവർത്തനം. അങ്ങനെ ആ പ്രവർത്തനം രേഖപ്പെടുത്തപ്പെട്ട ഏടുകൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും, നിവർത്തി ഇട്ടുകൊടുക്കും. എന്നിട്ട് മനുഷ്യനോട് പറയും, ഇഖ്റ കിതാബക്, നിന്റെ കിതാബ് നീ വായിക്കുക. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, നിന്റെ കാര്യത്തിൽ വിചാരണ ചെയ്യാൻ ഇന്നേ ദിവസം നീ തന്നെ മതിയായതാണ്. സഹോദരങ്ങളെ, അന്ത്യനാളിൽ ആളുകൾ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ കിതാബുകൾ നമ്മൾ വായിക്കുന്ന അവസ്ഥ ചിന്തിച്ചു നോക്കൂ. അതിൽ തോന്നിയവാസങ്ങളാണെങ്കിൽ, തിന്മകളാണെങ്കിൽ, പാപങ്ങളാണെങ്കിൽ അത് പരലോകത്തല്ലേ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അവിടെ വെച്ച് ആളുകൾക്ക് മുന്നിൽ വഷളാവുക എന്നത് മോശമായ അവസ്ഥയാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അന്നേ ദിവസം ഏടുകൾ രണ്ടാലൊരു രൂപത്തിലാണ് തരിക. ഒന്നല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞു വലത് കൈയിൽ, അതല്ലെങ്കിൽ ഇടത് കൈയിൽ പിൻഭാഗത്തുകൂടി. വലത് കൈയിൽ നൽകുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. വലത് കൈയിൽ കിതാബ് നൽകപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. അന്നേ ദിവസം ആർക്കാണോ വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നത് അവന് ലഘുവായ ഹിസാബായിരിക്കും. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ്റെ കുടുംബത്തിലേക്ക്, സ്വർഗത്തിലേക്ക് അവൻ സന്തോഷത്തോടെ മടങ്ങുന്നതാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ദഹ്രിഹി, എന്നാൽ ഇടത് കൈയിൽ അതല്ലെങ്കിൽ പിൻഭാഗത്തുകൂടി കിതാബ് നൽകപ്പെടുന്നവൻ, പിൻഭാഗത്തുകൂടി കിതാബ് നൽകുക എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ വാങ്ങലല്ല. തഫ്സീറുകളിൽ കാണാം, കുറ്റവാളികളെ ഇരു കൈകളും പിന്നിൽ വെച്ച് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട് പോലീസുകാർ. അതുപോലെയാണ്, അതാണ് അതിൻ്റെ രൂപം. അത് പരലോകത്താകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ആ രൂപത്തിലാണ് പിൻഭാഗത്തുകൂടി കിതാബ് നൽകപ്പെടുക. അങ്ങനെ കിതാബ് കിട്ടിയാൽ, ഇടത് കൈയിൽ കിട്ടിയാൽ, പിൻഭാഗത്തുകൂടി ഏറ്റുവാങ്ങിയാൽ ഫസൗഫ യദ്ഉ സുബൂറാ വയസ്ലാ സഈറ, അല്ലാഹു പറയുന്നു അവൻ എൻ്റെ നാശമേ എന്ന് പറഞ്ഞ് അട്ടഹസിക്കും, പൊട്ടിക്കരയുന്നതാണ്. അവൻ കത്തിയേരിയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും. വേറെ ചില ആയത്തുകളിൽ കാണാം, വലത് കൈയിൽ കിതാബ് കിട്ടിയ ആളുകൾ സന്തോഷത്തോടെ പറയും, ഹാ ഉമുഖ്റഉ കിതാബിയ, കൊണ്ടുവരൂ എൻ്റെ കിതാബ് ഞാൻ വായിക്കട്ടെ. സഹോദരങ്ങളെ, അത് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? കാരണം നമ്മുടെ കിതാബുകളിൽ സൽക്കർമ്മങ്ങളാണോ എങ്കിൽ നമുക്കത് പറയാൻ സാധിക്കും. അതല്ല പാപങ്ങളും പാപക്കറകളും തിന്മകളുമാണെങ്കിലോ പറയാൻ എങ്ങനെ സാധിക്കും? അതുകൊണ്ടാണ് ഇടത് കൈയിൽ കിട്ടിയ ആളുകൾ അവർ അത് കിട്ടരുതായിരുന്നു, ലം ഊത കിതാബിയ എന്ന് പറയും. ഇത് കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അവിടെ വെച്ച് പറയുക എന്ന് കാണാം. സത്യവിശ്വാസികൾക്ക് അല്ലാഹു, വലത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നവർക്ക് അല്ലാഹു ലഘുവായ വിചാരണ നൽകും. എന്താണ് ആ ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ? ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മൻ ഹൗസിബ ഉദ്ദിബ്, ആരെങ്കിലും വിചാരണ ചെയ്യപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടും. അള്ളാഹു ഈ ആയത്തിൽ ലഘുവായ വിചാരണ എന്ന് പറഞ്ഞു. അതെങ്ങനെ രണ്ടും കൂട്ടിയോജിപ്പിക്കും എന്ന് അവർ ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക്
ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ ഇന്നമാ ദാലിക അൽ അർദു, ഒരു പ്രദർശനം മാത്രമാണ്. സത്യവിശ്വാസികൾക്ക് അള്ളാഹു നീ ഇന്നൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കും. ഒരു ലഘുവായ കാണിച്ചു കൊടുക്കൽ മാത്രം. വലാകിൻ മൻ നൂഖിശൽ ഹിസാബ യഹ്ലിക്, ആരുടേതാണോ കീറി മുറിച്ച് ഓരോന്നും ചോദ്യം ചെയ്യപ്പെടുന്നത് അവൻ നശിച്ചത് തന്നെ, അവൻ ശിക്ഷിക്കപ്പെടും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സത്യവിശ്വാസികൾക്ക് അള്ളാഹു അവിടെ എളുപ്പം നൽകും. വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ ദൈർഘ്യമുള്ള ആ അർദുൽ മഹ്ശറിലെ ഈ ഭയാനകമായ ദിവസം സത്യവിശ്വാസികൾക്ക് അള്ളാഹു വളരെ ചെറിയ സമയമായി ചുരുക്കി കൊടുക്കും. അവർക്കൊരു ദുഹറിൻ്റെയും അസ്റിൻ്റെയും ഇടയിലുള്ള സമയം എന്നത് മാത്രമേ തോന്നുകയുള്ളൂ. അതിനിടയിൽ കാര്യങ്ങളൊക്കെ തീരുമാനമായി അവർ എത്തേണ്ടടുത്തെത്തും. എന്നാൽ നിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു യൗമുൻ അസീർ, കടുത്ത ദിവസമായിരിക്കും അത്. കാരണം കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, നരകം അവിടെ കൊണ്ടുവരപ്പെടും. 70,000 ചങ്ങലക്കണ്ണികളാണ് ആ നരകത്തിനുള്ളത്. ഓരോ ചങ്ങലക്കണ്ണിയിലും 70,000 മലക്കുകൾ ഉണ്ടാകും. എന്നിട്ട് അതിങ്ങനെ വലിച്ചു കൊണ്ടുവരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ നരകത്തിൻ്റെ വലിപ്പവും ഭയാനകതയും ഭീകരതയുമാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. കാരണം ഒരു കണ്ണിയിൽ 70,000 മലക്കുകളാണ്, കോടിക്കണക്കിന് വരുന്ന മലക്കുകളാണ് നരകം വലിച്ചു കൊണ്ടുവരിക. ശക്തന്മാരായ നല്ല ശക്തിയുള്ള മലക്കുകൾക്ക് പോലും അത് പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ നരകം, ആളിക്കത്തുന്ന നരകം അവിടെ വെച്ച് കാണപ്പെടുമെന്നാണ്. ആ നരകത്തെക്കുറിച്ച് അള്ളാഹു ഒരുപാട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ വിചാരണ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനുശേഷം ആ അർദുൽ മഹ്ശറിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ ഏടുകൾ, അത് പ്രവർത്തിച്ച വ്യക്തി മീസാനിൽ ഭാരം തൂക്കപ്പെടും. മീസാനിലുള്ള വിശ്വാസം. മീസാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുലാസ് എന്നാണ് അതിൻ്റെ അർത്ഥം. 2 തട്ടുകൾ ഉണ്ടാകും തുലാസിന്. അള്ളാഹു പറഞ്ഞു വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, നീതിയുടെ തുലാസ് ഖിയാമത്ത് നാളിൽ നാം സ്ഥാപിക്കുന്നതാണ്. തുലാസ്, ആ തുലാസിൻ്റെ പ്രത്യേകത അത് നീതിയുടെ തുലാസാണ്. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, അന്ന് ഒരാളും അനീതിക്ക് വിധേയമാവുകയില്ല. അവിടെ ഭാരം തൂക്കുമ്പോൾ ഒരൽപ്പം താഴ്ത്തി കൊടുക്കുക അല്ലെങ്കിൽ ഒരു കൃത്രിമം ഇല്ല. ഒരാളോടും ഒരു അനീതിയും കാണിക്കപ്പെടുകയില്ല. അള്ളാഹു പറയുകയാണ് വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, മനുഷ്യൻ ചെയ്തത് ഒരു ഉറുമ്പിൻ്റെ കാലിനോളം വരുന്ന പ്രവർത്തനമാണെങ്കിലും നാം അവിടെ കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ അവരുടെ കാര്യത്തിൽ നാം മതിയായതാണ്. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കാതെ ആ തുലാസിൽ ഭാരം തൂക്കും, ഏടുകൾ തൂക്കും, ചെയ്തവരെയും തൂക്കും. ഹദീസിൽ കാണാം, നല്ല തടിയനായ ഒരു സത്യനിഷേധി അവിടെ വരും. അവനെ ഭാരം തൂക്കുമ്പോൾ കൊതുകിൻ്റെ ചിറകിൻ്റെ ഭാരം പോലും അവനുണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്, നോക്കൂ. എന്നാൽ ഹദീസിൽ കാണാം, ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു മരത്തിൽ കയറുകയുണ്ടായി അറാഖിൻ്റെ കൊള്ളി പറിക്കാൻ. അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞുണങ്ങിയ വടി പോലെയുള്ള കാലുകൾ കണ്ടപ്പോൾ സഹാബികൾ ചിരിച്ചുപോയി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായി കാണാം, ഉഹദ് പർവ്വതത്തേക്കാൾ ഭാരം തൂങ്ങുന്ന ആ 2 കാലുകളെക്കുറിച്ചാണോ നിങ്ങൾ ഈ ചിരിക്കുന്നത്? അദ്ദേഹം മെലിഞ്ഞുണങ്ങിയ ആളാണെങ്കിലും ഉഹദ് പർവ്വതത്തേക്കാൾ ഭാരം തൂങ്ങും മീസാനിൽ എന്നാണ്. സഹോദരങ്ങളെ, അവിടെ നമ്മുടെ ഏടുകൾക്കാണ് ഭാരം. തിന്ന് തടി കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ചുരുക്കം. നമ്മൾ എത്ര തടിയുണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ കർമ്മങ്ങൾക്ക് തടിയുണ്ടോ, നമ്മുടെ ഏടുകൾക്ക് തടിയുണ്ടോ, വണ്ണമുണ്ടോ, അതാണ് അവിടെ കാര്യം. ആ മീസാൻ ഒരിക്കലും അനീതി കാണിക്കപ്പെടാത്ത മീസാനാണ്. എത്രത്തോളം അള്ളാഹു പറഞ്ഞില്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. ഒരു മിസ്ഖാലു ദർറ, നമ്മൾ കടുകുമണി എന്ന അർത്ഥം പറയാറുണ്ട്. അഥവാ ചെറിയ, എത്ര ചെറുതാണെങ്കിലും നന്മ ചെയ്താൽ അതവിടെ മനുഷ്യൻ കാണും.
അതേപോലെ തന്നെയാണ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരു ചെറിയ തോതിൽ തിന്മയാണെങ്കിലും അതും മനുഷ്യൻ അവിടെ കാണും. സഹോദരങ്ങളെ നോക്കൂ, നമ്മുടെ നന്മകളാവട്ടെ തിന്മകളാവട്ടെ പാഴായി പോവുകയില്ല. എത്ര ചെറുതായാലും നന്മകളെ നമ്മൾ അവഗണിക്കരുത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിന്റെ സഹോദരൻ്റെ, മുസ്ലിമായ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്, അതുപോലും നിസാരവൽക്കരിക്കരുത് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ മീസാനിൽ ഭാരം തൂങ്ങുന്നതാണത്. അതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഒരു ചെറിയ തെറ്റ്, അത് വാക്കാവട്ടെ നോട്ടമാവട്ടെ പ്രവൃത്തിയാവട്ടെ, ഒരു ചെറിയ തെറ്റും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അവിടെ അല്ലാഹു തആല കൊണ്ടുവരും, ആ മീസാനിൽ ഭാരം തൂക്കും. ആ മീസാൻ അവിടെ അന്ന് ഫമൻ സഖുലത് മവാസീനുഹു, ആരുടേതാണോ മീസാൻ ഭാരം തൂങ്ങുന്നത് അയാളന്ന് രക്ഷപ്പെട്ടു. ഇനി ആരുടെയെങ്കിലും മീസാൻ ഭാരം കുറഞ്ഞു പോയാൽ, നന്മകൾക്ക് ഭാരം കുറഞ്ഞു പോയാൽ അയാൾ തൊലഞ്ഞത് തന്നെ, നശിച്ചത് തന്നെ എന്ന് അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. നരകത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുകയും അവർ അവിടെ പല്ലിളിച്ചവരെ പോലെ ആയിത്തീരുകയും ചെയ്യും എന്ന് ഖുർആനിൽ കാണാം. എന്താണ് പല്ലിളിക്കുക എന്ന് പറഞ്ഞാൽ? ശിക്ഷയുടെ ഭാരം കാരണത്താൽ ശിക്ഷ തലയിൽ വന്ന് വീഴുമ്പോൾ മുഖം വികൃതമാകുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ മീസാനിൽ നമ്മൾ വിശ്വസിക്കണം. ഈ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന കാര്യമാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാതിരിക്കുക, അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കുക, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവനോട് മാത്രം ദുആ ചെയ്യുക, അവലാദികൾ ബോധിപ്പിക്കുക, ഇബാദത്തുകൾ മുഴുവനും റബ്ബിന് വേണ്ടി നിർവഹിക്കുക എന്നത് ഏറ്റവും ഭാരം തൂങ്ങുന്ന കാര്യമാണ്. ആകാശവും അതിലുള്ളതെല്ലാം, ഭൂമിയും അതിലുള്ളതെല്ലാം ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരു തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭാരം തൂങ്ങുമെന്നാണ്. ഇതില്ലാതെ ബാക്കിയുള്ളത് എന്തുണ്ടായിട്ടും കാര്യമില്ല. ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തൗഹീദിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന കാര്യമാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ സഹോദരങ്ങളെ, ആ അർദുൽ മഹ്ശറിൽ നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ ഹൗദ്. അർദുൽ മഹ്ശറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹൗദ് ഉണ്ടാകും. ആ ഹൗദിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞതായി കാണാം, സ്വർഗത്തിലെ നദിയിൽ നിന്നും അല്ലാഹു തആല 2 പാത്തി വഴി ഈ ഹൗദിലേക്ക് അവിടെയുള്ള ആ പാനീയം ഒഴുക്കി നൽകുമെന്നാണ്. എന്താണ് ആ പാനീയത്തിൻ്റെ, ആ ഹൗദിൻ്റെ അവസ്ഥ? ഹൗദി മസീറത്തു ഷഹ്റിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഹൗദ് 1 മാസം യാത്ര ചെയ്യാൻ മാത്രമുള്ള വിശാലതയുണ്ട്. വസവായാഹു സവാ, നീളത്തിലും വീതിയിലും 1 മാസം സഞ്ചരിക്കാൻ മാത്രമുള്ള വലിപ്പമുണ്ടാവും. വമാഉഹു അബിയദു മിനൽ വരിഖി, അതിലെ വെള്ളം എന്നത് വെള്ളിയേക്കാൾ, അതല്ലെങ്കിൽ ചില റിവായത്തിൽ വന്നതുപോലെ പാലിനേക്കാൾ വെണ്മയാർന്നതാണ്, അത്രയും വെളുവെളുത്തതായിരിക്കും. വരീഹുഹു അത്യബു മിനൽ മിസ്ക്, അതിൻ്റെ ഗന്ധമെന്നത്, മണമെന്നത് കസ്തൂരിയേക്കാൾ മണമുള്ളതാണ്. വേറെ ചില റിവായത്തിൽ കാണാം അതിൻ്റെ രുചി എന്നത് തേനിനേക്കാൾ മധുരമുള്ളതാണ്. വകീസാനുഹു കനുജൂമിസ് സമാ, അതിലെ പാനപാത്രം എന്നത് നക്ഷത്രങ്ങളോളം ഉണ്ട്. ഫമൻ ശരിബ മിൻഹു ഫലാ യദ്മഉ ബഅദഹു അബദ, ആരെങ്കിലും അതിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അയാൾക്ക് ദാഹിക്കുകയില്ല. വേറെ ചില ഹദീസുകളിൽ കാണാം ഐസിനേക്കാൾ, മഞ്ഞിനേക്കാൾ തണുപ്പുള്ളതായിരിക്കും. അങ്ങനെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത്രയും പ്രത്യേകതയുള്ള ആ പാനീയം, അത് കുടിച്ചാൽ പിന്നീട് ദാഹിക്കുകയില്ല. സ്വർഗത്തിലുള്ള പിന്നീട് കിട്ടുന്ന പാനീയങ്ങളും പുഴകളും അരുവികളും ഒക്കെ പിന്നെന്തിനാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അതൊക്കെ ആസ്വദിക്കാനുള്ളതാണ്, ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ളതല്ല. പിന്നീട് ദാഹിക്കുകയില്ല. ഇത് കുടിച്ചാൽ പിന്നീട് ദാഹമില്ല,
പിന്നെ കുടിക്കുന്നതൊക്കെ ആസ്വദിക്കാനാണ്. അങ്ങനെ ആസ്വദിക്കുക, കുടിച്ച് ആസ്വദിക്കുക എന്ന് പറയപ്പെട്ടതായി കാണാം. സഹോദരങ്ങളെ, അത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹൗദിൻ്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം വരും. അവരിൽ ചില ആളുകളെ അവിടുന്ന് തിരിച്ചറിയും, അവരെ വിളിക്കും. അവർക്കും ഈ ഹൗദിനും ഇടയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ മറയിടപ്പെടും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, വിളിക്കും, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്താണത്. അള്ളാഹു പറയും, നബിയേ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, താങ്കൾക്ക് ശേഷം ഈ ദീനിൽ പുതുതായി എന്തൊക്കെയാണ് അവർ കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല. ബിദ്അത്തുകാരാണ് അവർ, അതുകൊണ്ടാണ് അവർക്ക് ഹൗദിലേക്ക് അടുക്കാനുള്ള അവസരം കൊടുക്കാത്തത് എന്ന് അള്ളാഹു പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ ആട്ടി അകറ്റും. സുഹ്ഖൻ സുഹ്ഖാ എന്ന് പറഞ്ഞ് ആട്ടി അകറ്റും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ പാനീയം കുടിക്കാൻ സാധിക്കുക സഹോദരങ്ങളെ, തൗഹീദുള്ള, നേരത്തെ പറഞ്ഞ തൗഹീദുള്ള, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന, ബിദ്അത്ത് ചെയ്യാത്ത ആളുകൾക്കുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത ഒരുപാട് നമുക്ക് ഇനിയും ഹദീസുകളിൽ കാണാം. ഈ ഹൗദിൽ നമ്മൾ വിശ്വസിക്കണം. എല്ലാ നബിമാർക്കും ഹൗദുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിന് പ്രത്യേകതയുണ്ട്. അവിടുത്തെ ഹൗദ് എന്നത് മറ്റുള്ള നബിമാരെ പോലെയല്ല. കാരണം ഒരുപാട് ഉമ്മത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്. അതുപോലെ വലിപ്പം, അങ്ങനെ ചില പ്രത്യേകതകൾ ഉണ്ട്. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, ബിദ്അത്തുകാർക്ക് അതിൽ നിന്ന് വെള്ളമില്ല. ബിദ്അത്ത് എന്നത് വളരെ ഗൗരവമായ തിന്മയാണ്. നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമല്ലേ, ബിദ്അത്തല്ലേ. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ചെറിയ അല്ല, ബിദ്അത്ത് എന്നത് ഗുരുതരമായ കാര്യമാണ്. ഈ ഹൗദിലെ പാനീയം തടയപ്പെടുമെന്നാണ്. ആ പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ ആ പാനീയം കുടിക്കാൻ സാധിക്കുക എന്നത് സഹോദരങ്ങളെ എത്ര മനോഹരമായിരിക്കും, എത്ര മഹത്തരമായിരിക്കും. അതിന് നമ്മൾ മരിക്കുന്നതിന് മുന്നേ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കണമെന്ന് ചുരുക്കം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുശേഷം സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് സിറാത്തിലുള്ള വിശ്വാസം. ഈ പറഞ്ഞ അർദുൽ മഹ്ശറിലെ വിചാരണയ്ക്ക് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അതിനുശേഷം അല്ലാഹു തആല വിചാരണയ്ക്ക് ശേഷം പിന്നീട് ഓരോരുത്തരെയും അവരുടെ സങ്കേതങ്ങളിലേക്ക് പറഞ്ഞേക്കും. സിറാത്ത് എന്ന പാലം, ആ പാലത്തിന് മുകളിലൂടെയാണ് സ്വർഗത്തിലേക്ക് കടക്കേണ്ടത്. ആ പാലത്തിൻ്റെ അടിയിലാണ് നരകം. സിറാത്ത് എന്ന പാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വാളിനേക്കാൾ മൂർച്ചയുള്ളതാണത്, തലമുടിയേക്കാൾ നേർത്തതാണത്, കൂരിരുട്ടായിരിക്കും. ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, വഴുവഴുപ്പുണ്ടാകും. കാല് വെക്കാൻ പറ്റൂല. ഈ മൂർച്ചയും തലമുടിയേക്കാൾ നേർത്തതും എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഗൗരവം. കൂരിരുട്ടുമായിരിക്കും. പാലം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ സാധാരണ നാടുകളിൽ കാണാറുള്ള പാലമാണ് വരിക. പക്ഷേ സഹോദരങ്ങൾ, അങ്ങനെയല്ല. അതിൻ്റെ രൂപം ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ സിറാത്ത്, അതിലൂടെ ആളുകൾ കടന്നു പോവുക അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിന്നൽ വേഗതയിൽ അതിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മിന്നൽ വേഗത, കാറ്റിൻ്റെ വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്. അതിവേഗത്തിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്ന രൂപത്തിൽ പോകുന്നവരുണ്ട്. ഓടുന്ന വേഗതയിൽ പോകുന്നവരുണ്ട്. നടക്കുന്ന വേഗതയിൽ പോകുന്നവരുണ്ട്. ഇഴഞ്ഞു പോകുന്നവരുമുണ്ട്. ആ പാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഇരുവശങ്ങളിലും മുള്ളുകളുണ്ടാകും, പിടിച്ചു വലിക്കുന്ന മുള്ളുകളുണ്ടാകും. അതിലൂടെ കടന്നു പോകുന്നവരെ പിടിച്ചു വലിക്കാൻ. മിന്നൽ വേഗതയിലും കാറ്റിൻ്റെ വേഗതയിലും അതുപോലെ വേഗത്തിൽ പോകുന്നവർക്ക് അതില്ലാതെ രക്ഷപ്പെടാം. 3 കൂട്ടരാണ് അതിലൂടെ കടന്നു പോവുക. അഥവാ ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെടുന്നവരുണ്ട്. ഒരു പോറലും ഏൽക്കുകയില്ല. വേറെ ചില ആളുകൾക്ക് പോറലുകൾ ഏറ്റ് ശരീരത്തിലെ മാംസമൊക്കെ നഷ്ടപ്പെട്ട് അപ്പുറത്തേക്ക് എത്തും. 3ാമത്തെ വിഭാഗം
ആ നരകത്തിലേക്ക്, അതിൻ്റെ കീഴിലുള്ള നരകത്തിലേക്ക് പതിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവിടെ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ വേഗത ഉണ്ടാവുക. പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു തആല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട് ഓരോ ദിവസവും. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയാറുള്ള ആയത്താണത്. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിൽ നീ ഞങ്ങളെ വഴി നടത്തണേ എന്നാണ് അർത്ഥം. ആ സിറാത്തുൽ മുസ്തഖീമിൽ, ദുനിയാവിലെ സിറാത്തിൽ വേഗത്തിൽ നടന്ന ആളുകൾക്ക് ആ പരലോകത്തെ സിറാത്തിൽ വേഗത്തിൽ നടക്കാൻ സാധിക്കും. ഇവിടെ നമ്മുടെ സിറാത്ത് എങ്ങനെയാണോ നമ്മുടെ വേഗത, അതാണ് അവിടുത്തെ വേഗത. പരലോകത്തെ സിറാത്തിൽ ഞാനും നിങ്ങളും എങ്ങനെ നടക്കും എന്നത് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. അതിൻ്റെ സൂചനയാണ് ദുനിയാവിലെ സിറാത്തിൽ നമ്മുടെ നടത്തം എന്താണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കാനും ഇബാദത്തുകൾ ചെയ്യാനും റബ്ബിന് വഴിപ്പെടാനും നാം കാണിക്കുന്ന വേഗത എന്താണോ അതാണ് അവിടുത്തെ വേഗത. ഇവിടെ നമ്മൾ അലംഭാവം കാണിക്കുന്നുണ്ടോ, ഫർളുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, കർമ്മങ്ങൾക്ക് അലസതയുണ്ടോ, പാപങ്ങളാണോ നമ്മൾ ഭയപ്പെടണം. അവിടെ നമ്മുടെ വേഗത കുറയും. വേഗത കുറഞ്ഞാൽ ഈ പറയുന്ന മുള്ളുകൾ അത് വലിച്ച് താഴേക്കിടും. താഴേക്കിടുമെന്നാണ്. ഇഴഞ്ഞു പോകുന്ന ആളുകളുടെ അവസ്ഥ എന്നത് വളരെ പരിതാപകരമായിരിക്കും. അതുപോലെ അള്ളാഹു അന്ന് അതിലൂടെ നടക്കുന്ന ആളുകൾക്ക് പ്രകാശം നൽകും. ഇവിടെയുള്ള പ്രകാശത്തിനനുസരിച്ചാണ് അവിടെയും പ്രകാശം. കപടവിശ്വാസികളെ അള്ളാഹു തആല അതിൽ നിന്ന് താഴേക്ക് വലിച്ചിടും, നരകത്തിലേക്ക് പോകും അവർ. സഹോദരങ്ങളെ, ഗൗരവമാണ് ആ സിറാത്ത് എന്ന പാലം. അതാണ് സ്വർഗത്തിലേക്ക് പോവാനുള്ള വഴി. അത് കടന്നാൽ പിന്നെ സ്വർഗമാണ്. അത് കടക്കുക എന്നത് വലിയ കാര്യമാണ്. ദുനിയാവിലുള്ള സിറാത്തുൽ മുസ്തഖീം അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നത് വലിയ കാര്യമാണ്. അതിലായി മരിക്കുക എന്നത് വലിയ കാര്യമാണ്. എന്നതുപോലെ പരലോകത്തും ആ സിറാത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഇവിടെ നമ്മുടെ സിറാത്ത് നമ്മൾ മുറുകെ പിടിച്ചാൽ, ഈ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് ജീവിച്ചാൽ അവിടെ നമ്മുടെ കാലുകൾ പതറുകയില്ല. ഇവിടെ നമ്മുടെ കാലുകൾ പതറിപ്പോയാൽ സഹോദരങ്ങളെ, അവിടെ നമ്മുടെ കാലുകൾ പതറിപ്പോകും. ഈ സിറാത്തും അതുപോലെയുള്ള കാര്യങ്ങളും കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. കേവലം കഥ കേൾക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാനുള്ളതല്ല. ആ സിറാത്തിലൂടെ കടന്നു പോകണമെങ്കിൽ അള്ളാഹു വെളിച്ചം നൽകുക മുഅ്മിനീങ്ങൾക്കാണ്. വെളിച്ചം കിട്ടിയാലേ അതിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ദുനിയാവിലെ സിറാത്തുൽ മുസ്തഖീമിൻ്റെ കാര്യം ശ്രദ്ധിക്കുക എന്നത്, ഈ സിറാത്ത് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. ഇവിടെ നമ്മുടെ വേഗത കുറയാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ വേഗത കുറഞ്ഞാൽ പരലോകത്തും വേഗത കുറയും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകം, ആ സിറാത്ത്, അതിൻ്റെ വക്കിലേക്ക് വരാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല. അള്ളാഹു പറഞ്ഞില്ലേ, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖദിയ. ആ നരകത്തിൻ്റെ, ആ സിറാത്തിൻ്റെ വക്കിലേക്ക് വരാത്തവരായി നിങ്ങളിൽ ഒരാളും ഉണ്ടാവുകയില്ല. നിന്റെ റബ്ബിൻ്റെ ഖണ്ഡിതമായ തീരുമാനമാണത്. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ. അതിനുശേഷം അവിടെ തഖ്വയുള്ള ആളുകളെ നാം രക്ഷപ്പെടുത്തും. അതാണ് മുഅ്മിനീങ്ങൾ രക്ഷപ്പെടും. വനദറു ദ്ദാലിമീന ഫീഹാ ജിസിയ്യ. അതിക്രമകാരികൾ മുട്ടുകുത്തിയവരായി അള്ളാഹു അവരെ കൈയൊഴിയും, അഥവാ നരകത്തിലേക്ക് പതിക്കും എന്ന് ചുരുക്കം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹിബ്നു റവാഹ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ട് ഭാര്യയും കരയുകയുണ്ടായി. ഭാര്യ കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, പെണ്ണെ, നീ എന്തിനാണ് ഈ കരയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ കരച്ചിൽ കണ്ടിട്ടാണ് ഞാൻ കരയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞത്, എന്നെ കരയിച്ചത് സൂറത്തു മറിയമിലെ അള്ളാഹുവിൻ്റെ ഈ ആയത്താണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖദിയ. ആ സിറാത്തിൻ്റെ, നരകത്തിൻ്റെ വക്കിലേക്ക് വരാത്തവരായി നിങ്ങളിൽ ഒരാളും ഉണ്ടാവുകയില്ല. അത് നിന്റെ റബ്ബിൻ്റെ ഖണ്ഡിതമായ തീരുമാനമാണ് എന്ന ആയത്ത്, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് ആലോചിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ്. എനിക്കറിയില്ല ഞാൻ അവിടെ രക്ഷപ്പെടുമോ അതല്ല പരാജയപ്പെടുമോ. സുബ്ഹാനല്ലാഹ്, സഹാബിയെ കരയിച്ച ആയത്താണിത്. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴെങ്കിലും ആ സിറാത്തിൻ്റെ വക്കിൽ വരേണ്ടവരാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കരയിൽ പോട്ടെ, ആലോചിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ സിറാത്ത് എന്നത്
അതിലുള്ള വിശ്വാസം നമ്മുടെ ഈ പറഞ്ഞ പരലോക വിശ്വാസത്തിൽ പെട്ടതാണ്. അതിനുശേഷം മൂന്നാമത്തെ അടിസ്ഥാനം എന്നത് ഈ സിറാത്തിന് ശേഷമാണ് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നത്. അഥവാ രണ്ട് വിഭാഗമായി അല്ലാഹു ജനങ്ങളെ തരംതിരിക്കും. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സ്വർഗവും നരകവും അതുപോലെ അതിനുശേഷം വേറെയും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല മരണം വരെ അന്ത്യനാളിലുള്ള ഈമാൻ അല്ലെങ്കിൽ റബ്ബ് വിശ്വാസമായി പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളിലും വിശ്വസിച്ച് സത്യവിശ്വാസിയായി മുഅ്മിനായി മുസ്ലിമായി ജീവിക്കാൻ, അതിലായി മരിക്കാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്തിൻ്റെ ഏതാനും ചില മസ്അലകൾ, കാര്യങ്ങൾ വേഗത്തിൽ ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക് സൂചിപ്പിച്ചു പോട്ടെ. ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഖുതുബയിലും ഒക്കെ കേൾക്കും. അഥവാ ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പകലുകളിൽ ഏറ്റവും പ്രത്യേകതയുള്ള പകലുകളാണ് 10 ദിനരാത്രങ്ങൾ. പകലുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യേകതയുള്ള പകലുകളാണ് ഈ പറഞ്ഞ വരാനിരിക്കുന്ന 10 പകലുകൾ. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാൾ, അഥവാ മരണപ്പെടാതെ തിരിച്ച് മടങ്ങുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ആ ദിവസങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഫസല്ലി ലിറബ്ബിക വൻഹർ. അള്ളാഹു നിസ്കാരത്തിൻ്റെ കൂടെ ചേർത്തു പറഞ്ഞു, നീ നിൻ്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു ഇത് പറഞ്ഞത്. ബലി, അറവ് എന്നത് അള്ളാഹുവിന് വേണ്ടി ഒരു മുസ്ലിം നിർവഹിക്കുന്ന ഇബാദത്താണ്. അള്ളാഹുവിന് വേണ്ടി മാത്രമേ അറുക്കാൻ പാടുള്ളൂ. വേറൊരാളുടെ പേരിലും അറുക്കാൻ പാടില്ല. അത് നമ്മുടെ ഇബാദത്തായിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. റബ്ബിനുള്ള ഇബാദത്താണ്. രക്തക്കൊതി കൊണ്ടോ രക്തം കണ്ട് അറപ്പ് തീരാഞ്ഞിട്ടോ അല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ അള്ളാഹു നിശ്ചയിച്ച യുക്തിയുണ്ട്. അങ്ങനെ മൃഗത്തെ ബലി നൽകി അതിൻ്റെ പിന്നിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ സൂചിപ്പിക്കും. ഉദ്ഹിയ്യത്ത് എന്നത് മുമ്പ് കഴിഞ്ഞ സമുദായങ്ങൾക്കും ഈ പറഞ്ഞ ബലി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആടുമാട് ഒട്ടകങ്ങൾ, ഇതാണ് കന്നുകാലികളായി അള്ളാഹു അറവിന് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷം മദീനയിൽ ജീവിച്ചിരുന്നു. ആ 10 വർഷവും അവിടുന്ന് ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിരുന്നു എന്ന് കാണാം. ദഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖ്റനൈൻ ദബഹഹുമാ ബിയദിഹി വസമ്മ വകബ്ബർ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കൊമ്പുകളുള്ള, വെളുപ്പും കറുപ്പും നിറമുള്ള 2 ആൺ ആടുകളെ അറുക്കുകയുണ്ടായി. അവിടുത്തെ കരം കൊണ്ട് അവിടുന്ന് ബിസ്മി പറയുകയും തക്ബീർ ചൊല്ലുകയും ചെയ്തു. വവളഅ അരിജുലഹു അലാ സിഫാഹിഹിമ. അറുക്കുമ്പോൾ അതിനെ ചെരിച്ചു കടത്തി അതിൻ്റെ പിരടിയിൽ അവിടുത്തെ പാദം ഉറപ്പിക്കുകയും ചെയ്തു എന്നു കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുളഹി കുല്ല സന. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ താമസിച്ചിരുന്നു. 10 വർഷവും അവിടുന്ന് ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിരുന്നു. സഹോദരങ്ങളെ, ഉദ്ഹിയ്യത്തിൻ്റെ വിധി മുഅക്കദായ സുന്നത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞു, കഴിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമായി തീരും എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഹദീസാണ് തെളിവുദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅതുൻ
വലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലാന. ആർക്കെങ്കിലും അറുക്കാൻ അവസരമുണ്ട്, സാമ്പത്തികമായി ശേഷിയുണ്ട്, എന്നിട്ട് അവൻ അറുക്കാതെ ഇരുന്നാൽ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ അടുത്തു പോകരുത്. അറുക്കാൻ ശേഷിയുണ്ടായിട്ട് അറുക്കാതിരിക്കുക എന്നുള്ളത് വലിയ അപരാധമാണ്. അത് നിർബന്ധ കാര്യമാണ്, നിർബന്ധമായി തീരും എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്? അവിടുത്തെ അവസ്ഥ ഭാര്യമാർ പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം തുടർച്ചയായി അവിടുത്തെ വീട്ടിൽ അടുപ്പ് കത്തിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജീവിച്ച നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വർഷവും ഉദ്ഹിയ്യത്ത് അറുത്തിരുന്നു എന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ അവിടുന്ന് 100 ഒട്ടകങ്ങളെ അറുത്തിരുന്നു എന്നാണ്. 63 എണ്ണം അവിടുത്തെ കരങ്ങൾ കൊണ്ട് അവിടുന്ന് അറുക്കുകയും ബാക്കി 37 എണ്ണം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് കാണും. അത് അവിടുന്ന് ജീവിച്ചത് 63 വർഷങ്ങളാണ്. ആ 63 വർഷത്തിനും എന്ന പോലെ 63 ഒട്ടകങ്ങളെ അവിടുത്തെ കരം കൊണ്ടറുത്തു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സാമ്പത്തിക ശേഷിയുള്ളവർ ഒരിക്കലും ഇത് അവഗണിക്കരുത്. കുറേ പൈസയുള്ള ആളുകൾക്ക് പറഞ്ഞതല്ല, അവർക്ക് മാത്രം പറഞ്ഞതല്ല, മറിച്ച് നമ്മൾ അതല്ലാത്ത പല കാര്യത്തിലും പണം ചിലവഴിക്കാറുണ്ടല്ലോ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി പോലെ നമ്മളത് നിർവഹിക്കേണ്ടതാണ്. മൃഗങ്ങൾ നമുക്കറിയാം, അതിന് ശരഈയായി പ്രായം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഒട്ടകമാണെങ്കിൽ, നാട്ടിൽ ഒട്ടകമില്ല, ഒട്ടകമാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാവണം. മാടുവർഗമാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം. ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവണം. അതിൽ കോലാടാണെങ്കിൽ, സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആടാണെങ്കിൽ 1 വയസ്സ്. ചെമ്പരി ആടാണെങ്കിൽ അഥവാ രോമമുള്ള അതാണെങ്കിൽ 6 മാസം പൂർത്തിയായാൽ മതി എന്നും അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. അതാണ് വയസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കട്ടെ. ഉദ്ഹിയ്യത്തിൻ്റെ സമയമെന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ആരംഭിക്കുക. അയ്യാമു തശ്രീഖ് അഥവാ ദുൽഹിജ്ജ 11, 12, 13-ാമത്തെ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുന്നേ വരെയുള്ള സമയം അറവ് നിർവഹിക്കാം. അതാണ് സമയം. അതിൻ്റെ മുന്നേ അറുക്കാൻ പാടില്ല, അതിന് ശേഷം അറുത്താൽ ഉദ്ഹിയ്യത്താവുകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സ്വഹാബി അബൂ ബുർദ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് മുന്നേ അറുത്തു. അവിടുന്ന് പറഞ്ഞു, ഷാത്തുക ഷാത്തുൽ അഹ്മിൻ, നിൻ്റെ ആട് എന്നത് ഒരു മാംസം മാത്രമാണ്, ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ സമയം പരിഗണിക്കണം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉദ്ഹിയ്യത്തിൽ ആടാണെങ്കിൽ പങ്കാളിത്തമില്ല, ഒരാൾ ഒരാടിനെ അറുക്കണം. ആടിൽ ഷെയറില്ല. എന്നാൽ മാടുവർഗമാണെങ്കിൽ ഒരാൾക്കൊന്നിനെ അറുക്കാം, 2 ആൾക്കൊന്നിനെ അറുക്കാം, 3 ആൾക്കൊന്നിനെ അറുക്കാം, 7 വരെ പോവാം. 7 ആൾ കൂടി ഒരു മൃഗത്തെ അറുക്കാം. ആടിൽ ഷെയറില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ മൃഗവുമായി ബന്ധപ്പെട്ട് ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കണം. പ്രത്യേകിച്ച് ഹദീസിൽ വന്ന ന്യൂനതകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യജൂസു മിനൽ ളഹായ, ഉദ്ഹിയ്യത്തിന് പാടില്ല അൽ ഔറാഉ അൽ ബയ്യിനു അവറുഹ, ഒരു കണ്ണ് പൊട്ടിപ്പോയ, വ്യക്തമായി അന്ധത ഉണ്ട് എന്ന് മനസ്സിലാവുന്ന ആട് അല്ലെങ്കിൽ മൃഗം പാടില്ല. വ്യക്തമായി ന്യൂനത കാണുന്ന, ഒരു കണ്ണ് പൊട്ടിയിട്ടുണ്ട്, കാഴ്ചയില്ല എന്ന് ബോധ്യപ്പെടുന്ന, മനസ്സിലാവുന്ന രൂപത്തിലാണെങ്കിൽ അതിനെ ഉദ്ഹിയ്യത്തിന് പറ്റൂല. വൽ അർജാഉ വൽ ബയ്യിനു അറജുഹ, മുടന്തുള്ള, വ്യക്തമായി മുടന്തുണ്ട്, അഥവാ അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, അതിൻ്റെ കൂടെയുള്ള മൃഗത്തിൻ്റെ കൂടെ അവർ സഞ്ചരിക്കുന്നത് പോലെ, നടക്കുന്നത് പോലെ നടക്കാൻ സാധിക്കാതിരുന്നാൽ അതാണ് വ്യക്തമായ മുടന്ത്. അങ്ങനെയുള്ള മുടന്തുള്ള മൃഗത്തെയും ഉദ്ഹിയ്യത്തിന് പറ്റുകയില്ല. വൽ മരീളത്തു വൽ ബയ്യിനു മറളുഹ, വ്യക്തമായി രോഗം പ്രകടമാകുന്ന, അഥവാ രോഗമെന്നാൽ ആട്ടിൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ശാരീരികാവസ്ഥ കണ്ടാൽ ബോധ്യപ്പെടും, ക്ഷീണിച്ച് തളർന്ന് അങ്ങനെ കിടക്കുന്ന, അതുപോലെയുള്ള വ്യക്തമായി രോഗമുണ്ട് എന്ന് മനസ്സിലാകുന്ന മൃഗം ഉദ്ഹിയ്യത്തിന് പാടില്ല. വൽ അജ്ഫ ഉല്ലതി ലാ തുൻഖി, അൽ അജ്ഫ എന്ന് പറഞ്ഞാൽ മജ്ജയില്ലാത്ത, എല്ലുന്തിയതുപോലെയുള്ള, ഉണങ്ങിയ ഇറച്ചിയും മാംസമൊന്നും ഇല്ലാത്ത അതുപോലെയുള്ള മെലിഞ്ഞുണങ്ങിയ മൃഗം, അതും ഉദ്ഹിയ്യത്തിന് പാടില്ല. ഈ പറഞ്ഞ ന്യൂനതകൾ ഉള്ള മൃഗങ്ങളെ തിരഞ്ഞെടുക്കാൻ പാടില്ല, ഉദ്ഹിയ്യത്തിന് പാടില്ല. അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരിക്കലും പാടില്ല ന്യൂനതകൾ. എന്നാൽ അതിന് താഴെയുള്ള, ചിലപ്പോൾ കൊമ്പ് അതിൻ്റെ ഒരു ഭാഗം ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ടാകും,
അങ്ങനെയുള്ള ചെറിയ ന്യൂനതയാണെങ്കിൽ ഇല്ലാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നല്ല ഭംഗിയുള്ള ഒത്തിണങ്ങിയ മൃഗത്തെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ന്യൂനതകൾ ഒരിക്കലും പാടില്ല, അതിൻ്റെ മുകളിൽ എന്തായാലും പാടില്ല. അപ്പോൾ അത് മൃഗത്തെ വാങ്ങുന്നവരും ഏൽപ്പിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഉദ്ഹിയ്യത്ത് ആരാണ് അറുക്കേണ്ടത്? ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ അറുത്താൽ ആ വീട്ടിലെ എല്ലാവർക്കും അത് മതിയായതാണ്. കുടുംബനാഥൻ്റെ ആ ഒരു അറവ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആളുകൾക്ക് അത് മതിയായതാണ്. ഇനി മക്കൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, അറുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറുക്കാം. ഒരു വീട്ടിൽ തന്നെ ഒന്നിലധികം ആളുകൾ ഉണ്ടാകും, അപ്പോൾ അവർക്ക് അറുക്കണമെന്ന ആഗ്രഹവുമുണ്ട് എങ്കിൽ ഓരോരുത്തർക്കും അറുക്കാം, കുഴപ്പമില്ല. എന്നാൽ ഒരു വാപ്പ, അദ്ദേഹത്തിൻ്റെ ചിലവിന് കീഴിലുള്ളവർ, അവർക്ക് ഈ വാപ്പാൻ്റെ അറവ് മതിയായതാണ്. അഥവാ ആരൊക്കെയാണോ ചിലവിന് കീഴിലുള്ളത് അവർക്കൊക്കെ ഇതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് ചുരുക്കം. ഒരു വീട്ടിൽ ഒരാൾ അറുത്താൽ മതിയായതാണ്, അഥവാ വാപ്പ അറുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ അത് മതിയായതാണ്. എല്ലാവർക്കും അറുക്കാം, സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അറുക്കുന്നത് നല്ലതാണ്. ഒരു വലിയ മൃഗത്തെ വാങ്ങി ഇപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ ചെറിയ ആടിനാണ് വാങ്ങി അറക്കാൻ പറ്റുന്നത്, അങ്ങനെ ചെയ്യാം. ഏതായാലും ആ വിഷയത്തിൽ വിശാലതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അറവ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മര്യാദ, ദുൽഹിജ്ജ മാസം ഹിലാല് അഥവാ മാസപ്പിറവി കാണുന്നതിന് മുന്നേ മുടി, നഖം ഇതൊക്കെ നീക്കം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖലത്തിൽ അശ്റു വ അറാദ അഹദുക്കും അൻ യുളഹിയ ഫലാ യമസ്സ മിൻ ശഅരിഹി വ ബശരിഹി ഷൈഅ. നിങ്ങളിൽ ഒരാൾ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിച്ചു, അയാൾക്ക് ദുൽഹിജ്ജ അയാളിലേക്ക് സമാഗതമായി എങ്കിൽ പിന്നീട് മുടിയിൽ നിന്നോ തൊലിയിൽ നിന്നോ ഒന്നും തൊടരുത്. വേറെ ചില റിവായത്തിൽ അൽഫാരിഹി, നഖം എന്ന് കാണാം. അപ്പം നഖം, മുടി, അതുപോലെ രോമങ്ങൾ തുടങ്ങിയൊന്നും പിന്നീട് നീക്കം ചെയ്യാൻ പാടുള്ളതല്ല. അതൊക്കെ അതിൻ്റെ മുന്നേ ചെയ്യുക. മാസപ്പിറവി കണ്ടാൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അത് അറവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതൊക്കെ നീക്കം ചെയ്യാൻ പാടുള്ളൂ. ഇത് ആരാണോ അറുക്കാൻ നിയ്യത്താക്കിയത് അവർക്കാണ് ബാധകം. ഒരു വീട്ടിൽ ഉപ്പയാണ് അറുക്കുന്നത്, അല്ലെങ്കിൽ കുടുംബനാഥനാണ്, ചെലവ് ചെയ്യുന്ന ഒരാളാണ് അറുക്കുന്നത്, അദ്ദേഹത്തിനാണ് ഇത് ബാധ്യത ഉള്ളത്. ബാക്കി എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പ്രതിഫലം എല്ലാവർക്കും കിട്ടും. അൽഹംദുലില്ലാ. മനസ്സിലായില്ലേ? അത് മനസ്സിലായില്ലേ? ആരാണോ അറുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരാണ്. അവർ ഈ പറഞ്ഞ രൂപത്തിൽ പിടിച്ചു വെക്കുക, ഒന്നും തൊടാതിരിക്കുക, മുറിക്കാതിരിക്കുക, കട്ട് ചെയ്യാതിരിക്കുക. ഇതാണ് സഹോദരങ്ങളെ ഏതാനും ചില മസലകൾ. നമുക്ക് പലർക്കും അറിയാവുന്നതാണ്, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം, ഒരു ഓർമ്മ പുതുക്കൽ എന്ന നിലക്ക്. അതോടൊപ്പം അവസാനമായി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്തിനാണ് അള്ളാഹു അറവ് നിശ്ചയിച്ചത്? അള്ളാഹു തആല നമുക്ക് അറവ് നിശ്ചയിച്ചത്, ഉദ്ഹിയ്യത്ത് അതല്ലെങ്കിൽ അതുപോലെയുള്ള ബലി നിശ്ചയിച്ചത് അള്ളാഹുമായി നമുക്ക് അടുക്കാൻ സാധിക്കുന്ന, അവന് പ്രതിഫലം റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ഒരു മഹത്തായ ഇബാദത്താണിത്. അതേപോലെ തന്നെ ഈ അറവിലൂടെ അത് ആളുകൾക്ക് സ്വതഖ നൽകാൻ സാധിക്കുന്നു, മറ്റുള്ളവർക്ക് ഭക്ഷണമായി നൽകപ്പെടുന്നു. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയ്യത്ത് ആ വിഷയത്തിൽ ശരിയാക്കണം, എല്ലാ കാര്യത്തിലും എന്നതുപോലെ. അള്ളാഹു പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ അറവ് മൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അഥവാ നമ്മൾ അറുത്ത അറവ് മൃഗത്തിൻ്റെ രക്തമോ മാംസമോ റബ്ബിന് ആവശ്യമില്ല, റബ്ബിലേക്ക് എത്തുന്നില്ല. മറിച്ച് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് നമ്മുടെ തഖ്വയാണ്, നമ്മുടെ ഉദ്ദേശ ശുദ്ധിയാണ്. അത് നന്നാക്കാനും അത് ശരിയാക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പരമ്പരാഗതമായി പണ്ടും പണ്ടേ ചെയ്യുന്നതാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യുന്നു എന്നല്ല. റബ്ബിന് വേണ്ടിയുള്ള ഇബാദത്താണിത്. അതല്ലെങ്കിൽ ആളുകൾ കാണട്ടെ, അല്ലെങ്കിൽ പ്രശംസിക്കട്ടെ, ആളുകൾ വരുമ്പോൾ കൊടുക്കണ്ടേ, ഒന്നല്ല. അള്ളാഹുവിന് വേണ്ടി എല്ലാ കാര്യത്തിലും നമ്മുടെ നിയ്യത്ത് നന്നാക്കണം എന്നതുപോലെ ഈ കാര്യത്തിലും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.